തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രി രോഗിക്ക് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ. പാലോട് CHCയിലാണ് രോഗിയുടെ മുറിവ് മൊബൈൽ വെളിച്ചത്തിൽ വെച്ചുകെട്ടിയത്. വൈദ്യുതി മുടങ്ങിയതോടെയാണ് മൊബൈൽ ടോർച്ചിൽ ചികിത്സ നൽകിയത്. ആശുപത്രിയുടെ ജനറേറ്റർ തകരാറിലാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഗോകുൽനാഥാണ് ചെയ്യുന്നത്. ഗോകുൽ, വീണ്ടും സിസ്റ്റം എറർ ആണോ? ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? വിനിത, തീർച്ചയായും ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നിലവിൽ തുടരെ സിസ്റ്റം പിഴയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് മൊബൈൽ വെളിച്ചത്തിലാണ് ഇന്ന് ചികിത്സ നൽകിയത്. തിരുവനന്തപുരം പാലോട് CHCയിൽ നടന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം വിതുര സ്വദേശി ചികിത്സ തേടി എത്തിയത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇത്തരത്തിൽ കാലിനൊരു മുറിവേറ്റതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയാണ് ഇന്നിപ്പോൾ പാലോട് CHCയിലെത്തി മുറിവ് കാണിച്ചത്. ഈ സമയത്താണ് പുലർച്ചയോടെ ഈ ആശുപത്രിയിൽ വ്യക്തമോ വെളിച്ചമോ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ മൊബൈൽ വെളിച്ചത്തിൽ, അതായത് രോഗിയുടെ ഒപ്പം എത്തിയ ആളുടെ കൂട്ടിരിപ്പുകാരന്റെ മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ ഈ മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന ഒരു രംഗം, അതാണ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വൈദ്യുതി മുടങ്ങിയതാണ് മൊബൈൽ ടോർച്ച് തെളിയിക്കാൻ കാരണമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ പ്രദേശത്ത് പലയിടങ്ങളിലും പവർ കട്ട് ഉണ്ടായിരുന്നതായിട്ടാണ് പ്രദേശവാസികളും അതേപോലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും ഒക്കെ പറയുന്നത്. അരമണിക്കൂർ സമയത്തേക്കൊക്കെ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ടായിരുന്നു പുലർച്ചെ. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ പാലോട് സ്വദേശി എത്തുകയും തുടർന്ന് ചികിത്സ തേടുന്ന ഘട്ടത്തിൽ മുറിവിൽ ഡ്രസ്സ് ചെയ്യണം, വീണ്ടും, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കെട്ടിയ മുറിവ് ഒന്നുകൂടെ മാറ്റി വീണ്ടും ഡ്രസ്സ് ചെയ്യണമെന്ന് ആവശ്യവുമായിട്ട് ഇത്തരത്തിൽ ഈ ആശുപത്രി ജീവനക്കാർ പറയുകയും തുടർന്ന് മുറിവ് വെച്ച് കെട്ടുകയും ചെയ്തു. അതും മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ നിരന്തരം ആരോഗ്യ രംഗത്ത് വീഴ്ചകൾ വരുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കൃത്യമായ വെളിച്ചമില്ലാതെ ഈ നൽകിയ കുത്തിവെപ്പുകളോ തുന്നലുകളോ മൂലം വലിയ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആളുകൾക്ക് നേരിടാറുണ്ട് എന്നുള്ളതാണ്. അണുബാധ അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉള്ളതാണ്. 2024 ഈ കൊല്ലം സ്വദേശിയായ യുവാവിനെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ മുറിവ് തുന്നുന്നത് ഈ മൊബൈൽ വെളിച്ചത്തിൽ ആണെന്നുള്ളതും അതേ തുടർന്ന് ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നുള്ളൊരു ഘട്ടമൊക്കെ വരികയും തുടർന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടതുമാണ്. മാത്രമല്ല കണ്ണൂരിലും സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അന്നും ആരോഗ്യമന്ത്രി ഇടപെട്ട് വിഷയങ്ങളൊക്കെ പരിഹരിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ പവർ കട്ടാണ് ഇപ്പോൾ നിലവിലത്തെ ഈ വിഷയം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പവർ കട്ടാണെങ്കിൽ തന്നെ ജനറേറ്റർ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കേണ്ട ഒരിടമാണ് ആശുപത്രി. പക്ഷേ ഇവിടെ അതും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ജനറേറ്റർ തകരാറിലാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. വിനീത, ശരി, എന്തൊരു കാഴ്ചയാണ്. പവർ കട്ടായതുകൊണ്ട് രോഗിയുടെ മുറിവ് മൊബൈൽ വെളിച്ചത്തിൽ തുന്നിക്കെട്ടി, ജനറേറ്റർ ഇല്ലാത്തതാണെന്നാണ് വിശദീകരണം. പക്ഷേ എന്തൊരു ദുരവസ്ഥയാണ് എന്ന് തന്നെ പറയണം. ഗോകുൽനാഥ് വിശദാംശങ്ങൾ നൽകിയത്.